ക്യാരക്ടേഴ്സിലേക്ക് പോയി തിരിച്ച് തിരിച്ച് കോമഡിയിലേക്കാണോ സൈക്കോയിലേക്കാണോ വരുന്നത് എന്നാണ് ഇപ്പൊ എല്ലാവരുടെയും സംശയം. പക്ഷെ ഒരു ആദ്യത്തെ ചോദ്യം എന്താണ്, അതായത് നമുക്കറിയാം 20 വർഷത്തിൽ കൂടുതലായി എന്താ ഇൻഡസ്ട്രി, ആൻഡ് ആ 20 വർഷത്തിൽ കൂടുതൽ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടോ. അപ്പൊ എക്സ്ട്രാ ഡീസൽ എന്തുകൊണ്ടാണ് ഇത്രയും സ്പെഷ്യൽ ആകുന്നത്? ആ ഒരു ഡെബ്യൂ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ വാട്ട് മേക്സ് ഇറ്റ് സോ സ്പെഷ്യൽ? എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഓഡിയോ ലോഞ്ചിനെത്തിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം അർപ്പിക്കുന്നു. നന്ദി. ഇന്ന് ശരിക്കും പറയാം അങ്കിത് മേനോന്റെ ഡേ ആണ്. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചതിനൊക്കെ ആൻസർ പറയാം. എൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു പുതിയ കാൽവയ്പ്പാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ പേരിൽ വിലാസിനി സിനിമാസ് എന്ന പേരിൽ ഒരു ബാനർ വന്നു. ഞാനും ലിസ്റ്റഡ് ചീഫ് ആൻഡ് മാജിക് ഫ്രെയിംസും ചേർന്നാണ് ED എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും ഡയറക്ടർ ആമർ വന്ന് ഇതിൻ്റെ കഥയും കഥാപാത്രത്തെക്കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഒരുപാട് ചിരിച്ചുപോയി. ഇതുപോലുള്ള കഥാപാത്രങ്ങളെയൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തും നമ്മുടെ പല വീടുകളിലുമൊക്കെ കാണാറുണ്ട്. എനിക്ക് അതിയായ ഇഷ്ടമായി. ഞാൻ ചിരിച്ചു. ഞാൻ പറഞ്ഞു, അപ്പോൾ തന്നെ ചോദിച്ചു, ആമറെ ഇതിൻ്റെ ആരെങ്കിലും പ്രൊഡക്ഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇല്ല. അപ്പോൾ ഞാൻ ഉടനെ തന്നെ പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോട്ടെ. ഓക്കെ ഏട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ലിസ്റ്റഡ് ചീഫിനോടൊപ്പമുള്ള നമ്മുടെ സന്തോഷ് ഏട്ടനെ കാണാനിടയായി. ഞാൻ പറഞ്ഞു ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കഥ കേട്ടോ, നല്ല കഥയൊക്കെ വരുമ്പോൾ ഞാൻ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനോട് കഥ കേൾക്കുന്നു എന്ന് ചോദിച്ചു. ഞാനും കൂടെ കേൾക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം കഥ കേട്ട ഉടനെ എന്നോട് പറയുകയാണ്, ഇത് നമുക്ക് ലിസ്റ്റഡ് സ്റ്റീഫൻ സാറിനെ കൊണ്ടങ്ങ് ചെയ്യിപ്പിച്ചാലോ. ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞാൻ ചെയ്തോളാം. ഇല്ല അങ്ങനെയാണെങ്കിൽ സാറുമായിട്ട് ചേർന്ന് 2 പേർക്കും കൂടെ ചെയ്യാം. ബെസ്റ്റ് നിങ്ങൾ വിചാരിക്കാത്ത വേറെ ലെവലിൽ പുള്ളി എത്തിക്കുമെന്ന് പറഞ്ഞു. സത്യമായിട്ട് പറയാണ്, ഈ സിനിമയുടെ നമ്മുടെ ഷൂട്ടിംഗ് തീർന്ന ദിവസം പാക്കപ്പ് ഡേ ആണ് ലിസ്റ്റിനെ ഞാൻ നേരിട്ട് കാണുന്നത്. പിന്നെ അതിനുശേഷം ഇന്നാണ് ഞാൻ കാണുന്നത്. ഒന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ചേട്ടനോടും വിളിച്ച് ചോദിച്ചില്ലേ, ചേട്ടൻ അടുത്ത പടത്തിൽ പൈസ കൂടുതൽ ചോദിക്കില്ലെന്ന്. കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ പ്രൊഡക്ഷനിൽ ഞാനും കൂടെ ചേർന്നത്. അല്ല ശമ്പളമായിട്ട് ചോദിച്ചാൽ തരില്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഇനി വേണം എനിക്ക് ലിസ്റ്റിനെ ശരിക്കും ഒന്ന് കാണാൻ. ഇവിടെ പോയോ? കാര്യം അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്, മക്കളെ ഇതിൻ്റെ കണക്കുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അമ്മയോട് എനിക്ക് കള്ളത്തരം പറയാൻ പറ്റില്ല. അപ്പൊ സത്യസന്ധമായിട്ട് ഏൽപ്പിക്കുമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോ ശരിക്കും ഈ സിനിമയുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇതിൽ 6 പാട്ടുകളാണുള്ളത്. 4 ഫുൾ സിനിമയിലുണ്ട്. അല്ല 6 ഉണ്ട്. അതിൽ 2 ബീറ്റ് സോങ് ആണ്. എന്തായാലും ആ പാട്ടൊക്കെ നമുക്ക് കേൾക്കാം. പിന്നെന്താ, 20-ാം തീയതിയാണ് സിനിമ റിലീസ്. ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന് നന്ദി പറയുകയാണ്. ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇനി 20-ാം തീയതിക്ക് ശേഷം സിനിമ സംസാരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. തിരിച്ച് കോമഡിയിലേക്ക് ഉള്ള ഒരു വരവാണോ ഈ ഒരു സിനിമ? കാരണം നമുക്കറിയാം പണ്ട് നമ്മളെല്ലാവരും മനസ്സിൽ ഓർത്തു വെക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ റിയൽ ലൈഫിൽ വരെ നമ്മൾ യൂസ് ചെയ്യുന്ന സുരേന്ദ്രന്റെ കുറെ ഡയലോഗുണ്ട്. സുശീല എന്തോ എന്നൊക്കെ പറയുന്ന ആ സാധനമൊക്കെ നമ്മളെല്ലാവരും പലപ്പോഴും റിയൽ ലൈഫിൽ വരെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഫുൾ സീരിയസ് കഥാപാത്രങ്ങളായിരുന്നു നമ്മൾ പലപ്പോഴും ചിന്തിപ്പിച്ച അല്ലെങ്കിൽ കരയിപ്പിച്ച കഥാപാത്രങ്ങൾ വരെ ഇത് ഒരു തിരിച്ചറിവായിട്ട്. കാരണം ഭയങ്കര ഡിഫറെന്റ് ഔട്ട്ലുക്ക്, ആ ഒരു ഡ്രസ്സിംഗ് ആണെങ്കിലും ആ ഒരു ആക്സസറൈസിങ് ആണെങ്കിലും ഇപ്പൊ ഒരു തിരിച്ച് കോമഡിയിലേക്കാണോ അതോ വേറൊരു സൈക്കോ പിടുത്തമാണോ എന്നാണ് സംശയം. ഇതെല്ലാരും പറഞ്ഞൊരു സൈക്കോ ഡാർക്ക് ഹ്യൂമർ ആണ്. എന്തായാലും വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ. ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കോമഡിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കുറേ കാലമായിട്ട് ഞാനും ആഗ്രഹിക്കുകയാണ്. കോമഡി നല്ലൊരു കഥാപാത്രം അല്ലെങ്കിൽ കഥ കിട്ടണമെന്നൊക്കെ എല്ലാവരെ പോലും ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മുടെയൊക്കെ വരുന്നതിന് പരിധിയുണ്ടല്ലോ. ബാക്കി നല്ല കോമഡി എല്ലാം ബീച്ചേട്ടനും നല്ല എല്ലാം ടൊവിനോ എല്ലാവരും കൂടെ കൊണ്ടുപോകാൻ കിട്ടുന്നതിൽ ഇത് ബെസ്റ്റാണെന്ന് തോന്നി. അത് രസകരമായി വന്നിട്ടുണ്ട്. ഒരുപാട് ഹ്യൂമർ നിറഞ്ഞ സിറ്റുവേഷനുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല. ഇപ്പോൾ ലിസ്റ്റിൻ പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രമാണ് കഥയും.
അപ്പൊ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ലിസ്റ്റാറിന് പറഞ്ഞു ആ ഒരു കോൺഫിഡൻസ്, അതായത് സുരാജേട്ടന്റെ കരിയർ ബെസ്റ്റ് ആണ്. അതിപ്പോ സുരാജേട്ടനും പറയുമ്പോൾ എല്ലാവരുടെയും ആ ഒരു പെർഫോമൻസ് കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിൽ എടുത്ത് പറഞ്ഞൊരു കാര്യം, അന്ന് പാക്കപ്പ് കഴിഞ്ഞ ശേഷം എന്താണ് ലിസ്റ്റാറിനെ കാണുന്നത് പറഞ്ഞു. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ പുള്ളിയുടെ? കണക്ക് ചോദിക്കണം, കണക്ക്. Anyway, thanks a lot, Suraj. Thanks a lot for joining. ഒരിക്കലും കൂടി നല്ലൊരു കയ്യടി കൊടുക്കാം സുരാജേട്ടന്. താങ്ക് യു. കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ മലയാളികളുടെ സ്വന്തം സൂപ്പർ ഹീറോയെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ടൊവിനോ തോമസ്. ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് ടൊവിനോയെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആൻഡ് അതോടൊപ്പം തന്നെ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ബിജുചേട്ടൻ നമ്മളോട് എത്തിച്ചേർന്നിട്ടുണ്ട്. എനിക്കത് രണ്ടുപേരും ഒരുമിച്ച് വിളിക്കുന്നതായിരിക്കും അതിന്റെ ശരി. ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ ബിജു ചേട്ടനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. And Tony, thanks a lot for joining me, Vijay. Thank you for coming. It means a lot. And നമുക്കറിയാം കുറെ അസോസിയേഷൻസും കുറെ ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മള് നേരത്തെ ആ മാജിക് ഫ്രെയിംസിന്റെ ആ ഒരു ജേർണി കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് 100 crore film അങ്ങനെ ഒരു ടച്ച് ഉണ്ട് നമുക്ക് മാജിക് ഫ്രെയിംസ് ആയിട്ട് ആൻഡ് സുരാജനായിട്ടുള്ള ആ ഒരു കോംബോ. സോ ഹൗ ആർ യു ഗോണ ലൈക്ക് explain about this, your presence here this day? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ ഇങ്ങനെ ഇത്രയും പ്രിയപ്പെട്ടവരുടെ കൂടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇതിൽ ഭൂരിഭാഗമുള്ളത്. അതുകൊണ്ട് ആ സന്തോഷം ഇരട്ടിയാണ്. ഞാനും സ്വരാജേട്ടനും ഇപ്പോൾ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മിനിഞ്ഞാണ് അവിടെ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ സിനിമയെ പറ്റിയിട്ട് കുറച്ച് നാളായിട്ട് അറിയാം. സുരാജേട്ടൻ പറഞ്ഞിട്ട് അറിയാം. സിനിമ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഈ ക്രിസ്മസിന് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് ചെയ്തിട്ടുള്ളത് വലിയ വിജയം നേരത്തെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ മ്യൂസിക് നോൺ ഫംഗ്ഷൻ ആംഗ്യത്തിലും ഈ സിനിമയുടെ എല്ലാ പിന്നണി പ്രവർത്തകർക്കും എൻ്റെ ആശംസകളും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. താങ്ക് യു സോ മച്ച്. ഈ ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും പല പല ഫാഷനാണ് ടോവിനോ അല്ലേ? ഇതിന് എന്തെങ്കിലും പ്രത്യേക കാരണം? അങ്ങനെയല്ല, ഇന്നിപ്പോ ഞാൻ ഡബിങ്ങിലായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഓടി വന്ന പരിപാടിയാണ്. ഫാഷന്റെ ഭാഗമായിട്ടല്ല, നാണം മറയ്ക്കാൻ തുണി കൊടുക്കുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. മീഡിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ടീമെടുത്ത എഫേർട്ട് പ്രേക്ഷകർ മാനിക്കട്ടെ. ഡിസംബർ 20 ഇറങ്ങുമ്പോൾ ഇതൊരു വലിയ വിജയമാകുമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഒരു അഡ്വർടൈസ്മെന്റ് കേട്ടൊരു ഫീൽ ഇല്ലേ? എനിക്ക് മാത്രമാണോ തോന്നിയത്? ആ ഒരു ഡെപ്തും ആ ഒരു സന്തോഷവും. സോ വിജയ്, ഇറ്റ് മീൻസ് എ ലോട്ട്. വിജയുടെ ആ ഒരു പ്രസൻസ് വേറൊന്നും പറയാനുണ്ടെന്ന് തോന്നുന്നു ഇല്ല. ഓക്കെ, സോ എനിവേ